ഹലോ, എല്ലാവർക്കും റോഷാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബിഗിനേഴ്സ് ലൈവ് ഡ്രോയിങ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസും അതിനുള്ള സൊല്യൂഷൻസും ആണ് പറയുന്നത്. ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. കാരണം വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. ആദ്യമായിട്ട് ബിഗിനർ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് ഫേസ് ഫോട്ടോ നോക്കിയിട്ടെങ്കിലും സ്കെച്ച് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതിനുശേഷം മാത്രം ഒരു ലൈവ് സ്കെച്ചിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കൂടുതൽ മാനേജ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നല്ല എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി എഫേർട്ട് കുറഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് ഒരു റിലാക്സ് ചെയ്തിട്ട് ആ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെ ലൈവ് ഡ്രോയിങ്ങിലുള്ള പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ബോഡി മൂവ്മെന്റ്സ്, അതുപോലെ തന്നെ എക്സ്പ്രഷൻ, ടൈം, പേഷ്യൻസ്. ഈ 4 കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിനെന്ത് ചെയ്യണം, നമ്മളൊരു മോഡലിനെ ഇരുത്തിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫേസിലെ എക്സ്പ്രഷൻ മാറുന്നതിനനുസരിച്ചിട്ടും ബോഡിയൊക്കെ മൂവ്മെന്റ്സ് വരുന്ന സമയത്ത് എങ്ങനെ അത് മാനേജ് ചെയ്തുകൊണ്ട് വരയ്ക്കാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഫസ്റ്റ് പോയിന്റ് ബോഡി മൂവ്മെന്റ്സ് ആണ്. അപ്പൊ നമ്മൾ മോഡൽ എന്ന് പറയുന്ന സമയത്ത് ജീവനുള്ള ഒരു സംഭവമാണെങ്കിൽ അത് അനങ്ങിക്കൊണ്ടിരിക്കുക. അതുപോലെ മനുഷ്യനാവട്ടെ മൃഗങ്ങളാവട്ടെ നമ്മൾ സ്കെച്ച് ചെയ്യുന്ന സമയത്ത് അതെന്തായാലും അനക്കം ഉണ്ടാവും. അപ്പൊ അതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല, അല്ലെ? അപ്പൊ അത് നമ്മളെ മൈൻഡിൽ അതിനെ സ്റ്റോപ്പ് ആക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണി. ആദ്യത്തെ നമ്മളൊരു പോസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ഹാഫ് സൈസിലാണെന്നുണ്ടെങ്കിൽ ഫുൾ ബോഡിയാണ് നമ്മൾ ചെയ്യുന്നത് വിചാരിക്കാം. അതിൽ നമ്മൾ പോസ് എങ്ങനെ വേണമെന്നുള്ള തീരുമാനിക്കണമെങ്കിൽ ഒരു മനുഷ്യനാവുന്ന സമയത്ത് നമ്മൾ പല പോസിലിരിക്കും, അല്ലെ? ചിലപ്പോൾ കൈ ബാക്കോട്ട് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ കാല് കയറ്റി വെച്ചിട്ടിരിക്കുന്നവരുണ്ടാവും. ഒരു പോസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യന് അതിൽ കൂടുതൽ നേരെ ഇരിക്കുമോ? നമ്മളൊരു അരമണിക്കൂറാണ് ആളെ സ്കെച്ച് ചെയ്യാൻ എടുക്കുന്ന ടൈമെങ്കിൽ ആ ഒരു ടൈം വരെ ആൾ ആ പോസിൽ തന്നെ ഇരിക്കുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പൊ കാല് കയറ്റിച്ചിരിക്കുകയാണെങ്കിൽ കുറച്ച് തന്നെ കടയും, അപ്പൊ തിരിച്ചിട്ട് നേരെ തന്നെ ഇരിക്കും. അപ്പൊ നമ്മുടെ ബോഡിയിലെ പ്രൊപ്പോർഷൻ മൊത്തം തെറ്റും, അല്ലെ? അപ്പൊ അത്തരത്തിൽ ആ ഒരു മോഡലിനെ സെറ്റ് ചെയ്ത് ഇരുത്താന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പോസ് നമ്മളെ മൈൻഡിൽ സെറ്റ് ആക്കുക. മൈൻഡിൽ മാത്രമേ സെറ്റ് ആക്കാൻ പറ്റുള്ളൂ, കാരണം മൂവ്മെന്റ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു പോസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പോസാണെന്ന് വിചാരിക്കാം. അതിന്ന് എന്തായാലും ആള് പുറത്തേക്ക് നോക്കുക, അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും നോട്ടം പോകും, എക്സ്പ്രഷനൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ തിരിച്ച് അതിലേക്ക് വരും. നമ്മളെ മൈൻഡിൽ സെറ്റ് ചെയ്ത ആ പോസ് മാത്രമേ നമ്മളെ മൈൻഡിൽ ഉണ്ടാവാൻ പറ്റുള്ളൂ. ആളെവിടെ തിരിയുന്നുള്ളത് നമ്മളെ മാറ്റർ അല്ല. ഓക്കെ, അപ്പൊ ആ തിരിച്ചു വരുന്ന പോസിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വരയ്ക്കുക. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആ ഒരു അനാട്ടമി മൊത്തത്തിൽ തെറ്റാനും നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ ഈ 3 കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നോട്ട് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ എങ്ങനെ ആളെ എങ്ങോട്ട് അനങ്ങുന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ മൈൻഡിലുള്ള പോസിനെ മായ്ക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പൊ എത്രത്തോളാണെങ്കിലും പല രീതിയിലുള്ള എക്സ്പ്രഷൻ ആണെങ്കിലും തിരിച്ചാ ഒരു പോസിലേക്ക് വരും. അത് മാനേജ് ചെയ്ത് വരയ്ക്കുക എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതൊരിക്കലും ചെയ്തിട്ട് കാണിക്കാനോ അല്ലെ പറഞ്ഞിട്ട് കാണിക്കാനോ ഒന്നും പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും നിങ്ങളുടെ വർക്കിൽ. അപ്പം അതിന് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ രീതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഭയങ്കര ക്വിക്കായിട്ട് നമ്മൾ വരയ്ക്കാനൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രം അത് ഒരു 5 മിനിറ്റ്സ് കൊണ്ടൊക്കെ നമ്മൾ വരയ്ക്കാനായിട്ടുള്ള അത്തരത്തിലൊരു വർക്കിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം ആളുകളെ കുറച്ചുകൂടി ചിരിപ്പിച്ചിട്ടൊക്കെ വരയ്ക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പൊ ചിരിക്കുന്ന ആളാണെങ്കിൽ പോലും. കാരണം അത് എപ്പോഴും നമുക്ക് ഒരുപാട് സമയം ചിരിച്ചിരിക്കാന്ന് പറഞ്ഞത് അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ചിരിച്ചിരിക്കുന്ന എക്സ്പ്രഷൻ ആവുമ്പോൾ നമ്മളെ ഫേസിൽ പല ഫീച്ചേഴ്സും പല രീതിയിലായിരിക്കും. അപ്പൊ അത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് അറിയാം ഓൾറെഡി. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മളെ മൈൻഡിൽ നമ്മൾ ആലോചിച്ചിട്ട് വേണം ഈ ഒരു വർക്കിലേക്ക് കടക്കാൻ. നമ്മളൊരു ഫോട്ടോ നോക്കി സ്കെച്ച് ചെയ്യുന്ന പോലെ എളുപ്പമല്ല ഡയറക്റ്റ് ഒരു മോഡലിനെ നോക്കി ലൈവ് സ്റ്റഡി ചെയ്യാന്നുള്ളത്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എക്സ്പ്രഷൻ ആണ്. എക്സ്പ്രഷൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു ക്യാരക്ടറിനെ ആ പിക്ചറിലേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എക്സ്പ്രഷൻ പ്രധാനപ്പെട്ട കാര്യമാണ്. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മൾ പല രീതിയിൽ, ഇപ്പം എക്സാമ്പിൾ ആയിട്ട് ഇദ്ദേഹം നന്നായിട്ട് ചിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുന്ന ആളാണ്. അത് നമുക്കൊരു ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, അവരെ ചിരിപ്പിക്കണോ അല്ലെങ്കിൽ ചിരിപ്പിക്കാതിരിക്കണോ എന്നുള്ളത് നമ്മളെ കാര്യമാണ്. കാരണം ഒരുപാടൊന്നും ചിരിക്കാത്ത ഒരാളെ ചിരിപ്പിച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ കിട്ടാനായിട്ട് ആ ഒരു ക്യാരക്ടറിനെ കിട്ടുന്നത് വളരെ കുറവായിരിക്കും നമ്മളെ പിക്ചറിലേക്ക്. അപ്പൊ അത് നമ്മൾ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ എക്സ്പ്രഷൻ ആണെങ്കിലും പല രീതിയിലുള്ള എക്സ്പ്രഷൻസ് ഇടും, അല്ലെ? ഇപ്പൊ തന്നെ നോക്കുക, ഈ എക്സ്പ്രഷൻ എന്നായിരിക്കും ആൾക്ക് ഉണ്ടാവാന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പൊ അത്തരത്തില് ക്യാരക്ടറിനെ നോട്ട് ചെയ്തിട്ട് വരയ്ക്കുമ്പോൾ മാത്രമാണ് ആ ക്യാരക്ടറിനെ പിക്ചറിലേക്കും കിട്ടുള്ളൂ.
ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മൂന്നാമത്തെ പോയിന്റ് ടൈമാണ്. നിങ്ങൾ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വരയ്ക്കുന്ന കാര്യത്തിലാണെങ്കിലും മോഡൽ ഇരുന്ന് തരുന്ന കാര്യത്തിലാണെങ്കിലും. ഇപ്പോൾ ഒരു അരമണിക്കൂറിൽ കൂടുതലൊന്നും ഒരാൾക്കും അനങ്ങാണ്ട് ഇരിക്കാൻ പറ്റില്ല, നമുക്കറിയാം. അത്ര തന്നെ സമയങ്ങളിലൊന്നും അനങ്ങാണ്ട് ഇരിക്കില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വരയ്ക്കണം. അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ മെറ്റീരിയൽസ് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് പേപ്പർ ആയിക്കോട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്ന മാർക്കർ അല്ലെങ്കിൽ പെൻസിൽ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുത്തിട്ടാണ് നമുക്ക് ആ വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റാന്നുള്ളത് നോക്കണം. ഇപ്പൊ പെൻസിൽ യൂസ് ചെയ്തൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഷെയ്ഡിങ്ങിലേക്കൊക്കെ കടക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ ഒരു പിക്ചറിന് ഒരു ഫോട്ടോയിലാണെന്നുണ്ടെങ്കിൽ നേരിട്ടാണെങ്കിൽ ആ ഗ്രാഫൈറ്റിന്റെ എഫക്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല. പക്ഷെ നേരെ മറിച്ച് ഒരു പെന്ന് കൊണ്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റും. ഇനി ഒരു മാർക്കറിലൂടെ ആണെങ്കിലോ അത് കുറച്ചും കൂടെ തെളിഞ്ഞു കാണും അല്ലെ. അത്തരത്തിൽ എങ്ങനെയെങ്കിലും ഏതൊക്കെ രീതിയിലാണ് നമുക്ക് സ്മൂത്ത് ആക്കാൻ പറ്റും. ഇപ്പൊ ചാർക്കോൾ യൂസ് ചെയ്യുന്നവരുണ്ട്, വാട്ടർ കളറിനുള്ള ലൈഫ് സ്കെച്ചിന് യൂസ് ചെയ്യുന്നവരുണ്ട്. അത് ആ ഒരു മീഡിയത്തിൽ അവർ അത്ര എക്സ്പേർട്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ നോക്കേണ്ടത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നല്ല മെറ്റീരിയൽസ് ലൈവിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മളൊരു സമയത്തിനനുസരിച്ചിട്ട് ഒരു വർക്കിനെ മാനേജ് ചെയ്യാനും കൂടെ അറിയണം. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡീറ്റെയിലിംഗ് ആദ്യം കൊടുക്കരുത്. ഡീറ്റെയിലിംഗ് അവസാനത്തിലേക്ക് വരേണ്ട ഒരു കാര്യമാണ്. സ്കെച്ചിങ് ആണ് ഇമ്പോർട്ടന്റ്. ആ ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കിയെടുക്കാനാണ്. അതേപോലെ പകർത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഫോട്ടോഗ്രാഫ് എഫക്റ്റ് കിട്ടുക എന്നുള്ള അപ്പുറത്തേക്ക് ആളുടെ ഒരു ക്യാരക്ടറിനെ ആ വർക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. ആ ഘട്ടം നമുക്ക് കറക്റ്റ് ഒരു ടൈമിനുള്ളിൽ ഫിനിഷ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഷെയ്ഡിങ്ങിലേക്കൊക്കെ കടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിൽ വർക്കിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഓരോ ആർട്ടിസ്റ്റിന്റെയും ഒരു തോട്ടിൽ നിന്ന് വരേണ്ടതാണ്. അതൊരിക്കലും നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നതല്ല. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെക്കുക. അത് മെറ്റീരിയൽസിന്റെ കാര്യങ്ങളാണെങ്കിലും നമ്മളെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. ആ ടൈം മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഏത് മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിലും അത് നമ്മളെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. അത് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ആ ടൈം എത്രത്തോളം കുറയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളായിട്ട് തന്നെ എഫേർട്ട് എടുത്തിട്ട് നിരന്തരം പ്രാക്ടീസ് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് എത്തുക. നമ്മൾ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് പേഷ്യൻസ് ആണ്. ക്ഷമ നമുക്കും വേണം, അതുപോലെ തന്നെ ഇരിക്കുന്ന ആൾക്കും വേണം. എന്നാലേ ആ ഒരു ലൈവ് ഡ്രോയിങ് പെർഫെക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴാണെങ്കിൽ പോലും ആ ഒരു ചെയറിലാണെങ്കിലും ആളത്ര കംഫർട്ടബിൾ അല്ല, ഈ പോസ്റ്ററിലാണെന്നുണ്ടെങ്കിലും. അപ്പൊ അത്തരത്തില് നമ്മൾ എന്ത് ചെയ്യണം, അതും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇരുത്തിയിട്ടുള്ളത് ഒരു മോഡലായിട്ട്. ഈ ഒരു പൊസിഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആൾക്ക് ബോഡി പെയിൻ വരുന്ന രീതിയിലാണോ എന്നുള്ളത്. അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് നമ്മൾ എത്രത്തോളം ടൈം കുറയ്ക്കാൻ പറ്റുമോ അതാണ് ക്ഷമ അല്ലെ. നമുക്ക് ക്ഷമ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തിരിഞ്ഞു കളിക്കുമ്പോൾ അല്ലെങ്കിൽ നേരെ ഇരിക്കാത്തപ്പോൾ നമുക്ക് എന്തായാലും ഒരു ആർട്ടിസ്റ്റ് നമ്മൾ വരയ്ക്കുമ്പോൾ അത്ര എഫേർട്ട് എടുത്ത് ചെയ്യാണ്. അത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് നമ്മളെ ഉത്തരവാദിത്തമാണ്. ഇപ്പം ആൾ അനങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് അതൊരു എക്സ്ക്യൂസ് അല്ല. ഇപ്പൊ നമ്മളെ വർക്ക് നൈസ് ആവാത്തതിന് അതൊരു എക്സ്ക്യൂസ് അല്ല. നമ്മൾ അവരെ ഇരുത്തണമെങ്കിൽ നമ്മൾ അത്രത്തോളം എഫേർട്ട് നമ്മളെ ഭാഗത്ത് നിന്ന് തന്നെ ഇട്ടാൽ മാത്രമേ അത് കിട്ടുള്ളൂ. കൂടുതൽ എന്റർടൈൻ ചെയ്തിട്ട് അവരെ ഇരുത്തുക. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ട് വരയ്ക്കുക എന്നുള്ളത് എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. പക്ഷെ അത് തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ലൈവ് ഡ്രോയിങ് എക്സ്പീരിയൻസ് തന്നെ കിട്ടും. അതുകൊണ്ടാണ് അത് ലാസ്റ്റ് പോയിന്റ് ആയിട്ട് ഞാൻ പറയുന്നത്. നന്നായിട്ട് സംസാരിക്കുക. അവർക്ക് താല്പര്യമുള്ള വിഷയത്തിൽ ഒരു 10 മിനിറ്റ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, സംസാരിച്ചുകൊണ്ട് വരയ്ക്കുക. അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് അവർക്ക് ആ ഒരു ഇരുത്തത്തിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു ക്ഷമ രണ്ടുപേർക്കും ഉണ്ടാവുള്ളൂ. അപ്പൊ അത് നോട്ട് ചെയ്യുക. നിങ്ങളെ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നെങ്കിൽ ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ലൈവ് ഡ്രോയിങ് എക്സ്പീരിയൻസ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു 4 പോയിന്റ്സ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഈ ലൈവ് ഡ്രോയിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തവർക്ക് അറിയാം, ഇത് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റ് ഏതാണെന്ന് കമന്റ് ചെയ്യുക. മറ്റുള്ളവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.